വെൽക്കം ടു വിദ്യ കൊമേഴ്സ് അക്കാദമി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് സെക്ഷനിൽ 2 or 3 മാർക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ കുറെ മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡിൽ പറയുന്നത് എമൗണ്ട് ഓഫ് വിഡ്രോവൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡേറ്റ് ഓഫ് വിഡ്രോവൽ ആർ ഗിവൺ. എമൗണ്ട് തന്നിട്ടുണ്ട്, റേറ്റ് തന്നിട്ടുണ്ട്, ഡേറ്റും തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാൻ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഇൻറ്റു മന്ത് ചെയ്താൽ മതി. മന്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് കൗണ്ട് ചെയ്താൽ മതി. വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെ. അടുത്ത മെത്തേഡ് ഡേറ്റ് ഓഫ് വിഡ്രോവൽ നോട്ട് ഗിവൻ. ഡേറ്റ് ഓഫ് വിഡ്രോവൽ എന്നാണെന്ന് തന്നിട്ടില്ല. അപ്പോൾ എമൗണ്ട് തന്നിട്ടുണ്ട്, റേറ്റ് തന്നിട്ടുണ്ട്, ഡേറ്റ് തന്നിട്ടില്ല. അപ്പോൾ 6/12 ഇട്ട് ഇൻറ്റു ചെയ്താൽ മതി. ഡ്രോവിങ്സ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 6/12. അടുത്ത സെക്ഷൻ ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും വിഡ്രോ ചെയ്യുന്നു. അത് ആവറേജ് പീരീഡ് കാണാതെ പഠിച്ചു വെക്കണം. ഈ ആവറേജ് പീരീഡ് ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് എന്നാണെങ്കിൽ 6.5 ഡിവൈഡഡ് ബൈ 12. ഫിഫ്റ്റീൻത് ഡേ അല്ലെങ്കിൽ മിഡിൽ എന്നാണെങ്കിൽ 6/12. ലാസ്റ്റ് ഡേ എന്നാണെങ്കിൽ 5.5 ഡിവൈഡ് ബൈ 12. അപ്പൊ ആവറേജ് പീരീഡ് 6.5, 6, 5.5 ആണ്. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ എമൗണ്ട് ഓഫ് വിഡ്രോവൽ ഇൻറ്റു 12 എന്ന് പറയുന്നത് എവരി മന്ത് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 12 എന്ന് ആഡ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റു 6.5 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു റേറ്റ് ബൈ 100. ഓക്കെ, അതുപോലെ തന്നെയാണ് അടുത്ത രണ്ട് മെത്തേഡിലും വരുന്നത്. ആവറേജ് പീരീഡ് ചേഞ്ച് ചെയ്യുമെന്നേ ഉള്ളൂ. എവരി മന്ത് എന്നുള്ള എല്ലാ ക്വസ്റ്റ്യനകത്തും സെയിം ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. 12 മാസം എന്നുള്ളതിന് വേണ്ടി 12 വെച്ച് ഇൻറ്റു ചെയ്യാൻ മറക്കരുത്. ആവറേജ് പീരീഡ് 6.5, 6, 5.5 ഇതാണ് വരുന്നത്. നെക്സ്റ്റ് ക്വാർട്ടർലി ആണ്. ക്വാർട്ടർലി ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ എന്നാണെങ്കിൽ 7.5 ഡിവൈഡ് ബൈ 12 യൂസ് ചെയ്യുക. മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ എന്നാണെങ്കിൽ 6 ഡിവൈഡ് ബൈ 12 യൂസ് ചെയ്യുക. എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ എന്നാണെങ്കിൽ 4.5 ഡിവൈഡ് ബൈ 12 ചെയ്യുക. അപ്പൊ ഇവിടെ എമൗണ്ട് ഓഫ് വിഡ്രോവൽ ഇൻറ്റു 4 എങ്ങനെയാണ് വന്നത്? 4 എന്ന് പറഞ്ഞാൽ ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ 4 ക്വാർട്ടറാണ് ഒരു വർഷം. 3 മാസം കൂടുന്ന 4 ക്വാർട്ടർ കൂടുന്നതാണ് ഒരു വർഷം. അതുകൊണ്ടാണ് നമ്മളിവിടെ 4 വെച്ച് ഇൻറ്റു ചെയ്തിരിക്കുന്നത്. ഇൻറ്റു 7.5 ഡിവൈഡ് ബൈ 12 അതാണ് ആവറേജ് പീരീഡ് ഇൻറ്റു റേറ്റ് ബൈ 100. ഇപ്പൊ മിഡിലും എൻഡിലും അതുപോലെ തന്നെയാണ്. ആവറേജ് പീരീഡ് ചേഞ്ച് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ഡിഫറെന്റ് എമൗണ്ട് വിഡ്രോ അറ്റ് ഡിഫറെന്റ് ഇന്റർവെൽ. പല ഡേറ്റില് പല എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത്. ആവറേജ് പീരീഡ് ഇവിടെ നമ്മൾ ആവറേജ് പീരീഡ് അല്ല 1/12 ആണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ സം ഓഫ് പ്രൊഡക്റ്റ് അത് നമ്മൾ കോളം വരച്ചാണ് ചെയ്യേണ്ടത്. അതിന്റെ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കുക. സം ഓഫ് പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. 1/12 വെച്ച് ഇൻറ്റു ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് കാണാതെ പഠിക്കുക. ഇവിടെ തൊട്ടാണ് ഇക്വേഷൻസ് തുടങ്ങുന്നത്. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് കാണാതെ പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനേ ചോദിക്കത്തുള്ളൂ. അപ്പൊ ഒന്നെങ്കിൽ 2 അല്ലെ 3 മാർക്ക് വരെ വരുന്നു. ക്വാർട്ടർലി വരെയുള്ള ഈ പോർഷനിൽ നിന്ന് 2 അല്ലെ 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഡിഫറെന്റ് എമൗണ്ട് വിഡ്രോൺ അറ്റ് ഡിഫറെന്റ് ഇന്റർവെൽ എന്ന് പറയുന്നത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനു എ പാർട്ണർ ഇൻ എ ഫേം withdraw rupees 5,000 if the rate of interest is
7.5% കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. അപ്പൊ ഇവിടെ എമൗണ്ട് എത്രയാണ് വിഡ്രോ ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തന്നിട്ടുണ്ട്. ഇവിടെ എത്ര മാസമാണെന്നുള്ളത് തന്നിട്ടില്ല. ഇപ്പൊ മാസത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ 6/12 വെച്ച് ഇൻറ്റു ചെയ്യുക. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ഡ്രോവിങ്സ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 6/12. ആ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് 185.5 എന്ന് കിട്ടും. 187.5. ഓക്കെ. അപ്പൊ ഇവിടെ 3/4, 1/4, 1/2 അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ 3/4 എന്നുള്ളത് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. അപ്പോൾ 0.75 എന്ന് കിട്ടും. അപ്പൊ 7ന്റെ കൂടെ 0.75 കൂടെ ചേർത്ത് എഴുതിയാൽ മതി. അങ്ങനെ എല്ലാത്തിന്റെയും അങ്ങനെ ചെയ്താൽ മതി ഡൗട്ട് ഉള്ളത്. സെക്കൻഡ് മെത്തേഡ്, അരുൺ എ പാർട്ട്ണർ ഇൻ എ ഫേം വിഡ്രോ ₹15,000 on July 13th. If the rate of interest is 3/4%, calculate interest on drawings. അപ്പോൾ ഇതില് എമൗണ്ട് ഓഫ് ഡ്രോവിങ്സ് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, മാസവും തന്നിട്ടുണ്ട്. മാസം നമ്മൾ കൗണ്ട് ചെയ്തെടുക്കുക. ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. ജൂലൈ 13th എന്നായതുകൊണ്ടാണ് ഓഗസ്റ്റ് മുതൽ കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ മാർച്ച് വരെ. അപ്പോൾ ഇതിനകത്ത് മാസം പറയാത്തത് കൊണ്ട് നമ്മൾ മാസം കൺസിഡർ ചെയ്യുന്നത് എത്രയാണ്? മാർച്ച് 31st അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് എന്നാണ് കരുതുന്നത്. അപ്പൊ ഇവിടെ ആൻസർ കിട്ടുന്നത് 675 എന്നാണ്. നെക്സ്റ്റ് മെത്തേഡ്, A and B are partners in a firm. They share profit equally. Their monthly drawings are 2,500 each. Interest on drawings is charged at 11% per annum. Calculate interest on A's drawings for the year 2022, assuming that drawings are made. അപ്പോൾ ഇവിടെ എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്, ഈക്വലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ മന്ത്ലി ഡ്രോവിങ്സ് 2,500 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഈസ് ചാർജ്ഡ് അറ്റ് 11%. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് 11% ആണ്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ എസ് ഡ്രോവിങ്സ് ഫോർ ദ ഇയർ 2022. അപ്പൊ എയുടെ ഡ്രോവിങ്സിന്റെ ഇൻട്രസ്റ്റ് മാത്രമേ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിന്റെ ഇൻട്രസ്റ്റ് ഇക്വേഷൻ എഴുതി വേണം കേട്ടോ ചെയ്യാൻ. ഞാൻ ഇപ്പൊ ഇക്വേഷൻ കൊടുത്തിട്ടില്ല. ഇപ്പൊ ഇതിനകത്ത് ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾ അവിടെ എഴുതി വേണം ചെയ്യാനായിട്ട്. ഇൻ ദ ബിഗിനിങ് ഓഫ് എവരി മന്ത്, അപ്പൊ 2,500 രൂപയാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ 2,500 ഇൻറ്റു എവരി മന്ത് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് 12 ഇൻറ്റു പെർസെൻറ്റേജ് 11% ഇൻറ്റു ആവറേജ് പീരീഡ് 6.5 ഡിവൈഡ് ബൈ 12. അതുപോലെ തന്നെ മിഡിൽ, ഇൻ ദ മിഡിൽ ഓഫ് എവരി മന്ത്, മിഡിലാണെങ്കിൽ 2,500 ഇൻറ്റു 12 ഇൻറ്റു 11% ഇൻറ്റു ആവറേജ് പീരീഡ് 6/12. നെക്സ്റ്റ് എൻഡ് ഓഫ് എവരി മന്ത് 2,500 ഇൻറ്റു 12 ഇൻറ്റു 11% ഇൻറ്റു ആവറേജ് പീരീഡ് 5.5 ഡിവൈഡ് ബൈ 12. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് എവരി മന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. ഇതുപോലെ തന്നെ ക്വാർട്ടർലിയും വരാം. പി ആൻഡ് ക്യു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ദേ ഷെയർ പ്രോഫിറ്റ് ഈക്വലി. അപ്പൊ ഇവരുടെയും റേഷ്യോ 1:1 തന്നെയാണ്. ദെയർ ക്വാർട്ടർലി ഡ്രോവിങ്സ് ആർ ₹5,000 each. Interest on drawings is charged at 10% per annum. Calculate interest on P's drawings for the year 2024-25, assuming that drawings are made. അപ്പോൾ ഇവിടെ പിയും ക്യൂ ആണ് പാർട്ട്നേഴ്സ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ക്വാർട്ടർലി ആണ് വിഡ്രോ ചെയ്യുന്നത് 5,000 വെച്ച്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഈസ് ചാർജ്ഡ് അറ്റ് 10%. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് 10% ആണ്. പിയുടെ ഡ്രോവിങ്സിന്റെ ഇൻട്രസ്റ്റ് മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. ചില ക്വസ്റ്റ്യനകത്ത് രണ്ടുപേരുടെയും കാണാൻ പറയും. അപ്പോൾ രണ്ടുപേരുടെയും സെപ്പറേറ്റ് കാണണം.
ഇവിടെ ഫസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബിഗിനിങ് ഓഫ് ക്വാർട്ടറിന്റെ ഇക്വേഷൻ എമൗണ്ട് ഓഫ് ഡ്രോവിങ്സ് ഇൻറ്റു 4 ഇൻറ്റു റേറ്റ് ഇൻറ്റു ആവറേജ് പീരിയഡ്. അപ്പൊ ഇവിടെ 5000 4 ഇൻറ്റു 10% ഇൻറ്റു 7.5 ഡിവൈഡ് ബൈ 12. ഇവിടെ 4 എന്നുള്ളത് ക്വാർട്ടർലി നിന്ന് വന്നതുകൊണ്ടാണ് 10% എന്നുള്ളതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 7.5 ബൈ 12 ആണ് ആവറേജ് പീരിയഡ്. അതുപോലെ തന്നെ ബാക്കിയുള്ള മിഡിൽ ഓഫ് എവരി ക്വാർട്ടർ, അതുപോലെ എൻഡ് ഓഫ് എവരി ക്വാർട്ടർ ചെയ്യുക. വ്യത്യാസം വരുന്നത് ആവറേജ് പീരിയഡിൽ മാത്രമാണ്. മിഡിലിൽ 6/12 വരും, എൻഡിൽ 4.5 ഡിവൈഡ് ബൈ 12 വരും. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സിന്റെ തന്നെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, മന്ത് ആൻഡ് ഇയർ, അതുപോലെ എമൗണ്ട്, അങ്ങനെ 2 കോളത്തിലായിട്ട് ഡേറ്റാസ് തന്നിട്ടുണ്ട്. അക്കൗണ്ടിംഗ് ഇയർ ക്ലോസ്ഡ് ഓൺ December 31st എവരി ഇയർ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ചാർജ്ഡ് അറ്റ് 6% പെർ ആനം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എന്ന് പറയുന്നത് 6% ആണ്. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് December 31st പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ January 1st മുതൽ December 31st വരെ പല ഡേറ്റുകളിൽ വിഡ്രോ ചെയ്തിരിക്കുന്ന പല എമൗണ്ടുകളാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സം ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ആൻസർ ചെയ്യുമ്പോൾ 4 കോളമാക്കി മാറ്റുക. അതിനെ മന്ത് ആൻഡ് ഇയർ, എമൗണ്ട്, പീരിയഡ്, പ്രൊഡക്റ്റ്. അപ്പൊ ഈ എമൗണ്ട്, മന്ത് ആൻഡ് ഇയറും എമൗണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പീരിയഡ് January 1st, അതായത് വിഡ്രോ ചെയ്ത ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെ കൗണ്ട് ചെയ്യുക. ക്ലോസിംഗ് ഡേറ്റ് ഇവിടെ തന്നിരിക്കുന്നത് December 31st ആണ്. ഇത് അപ്പൊ അത് ക്വസ്റ്റ്യനകത്ത് നോക്കുക, മാർച്ച് ആണോ ഡിസംബർ ആണോ തന്നിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം കൗണ്ട് ചെയ്യാൻ. അപ്പൊ ഇവിടെ January 1st തൊട്ട് December 31st വരെ 12 മന്ത് വരും. അതുപോലെ എല്ലാ മാസവും അങ്ങനെ വിഡ്രോ ചെയ്ത ഡേറ്റ്. അപ്പൊ ഇവിടെ നോക്കേണ്ടത് ക്ലോസിംഗ് ഡേറ്റ് ആണോ എന്ന് നോക്കണം. February 28 എന്ന് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പൊ ഫെബ്രുവരി കൂട്ടാൻ പാടില്ല, മാർച്ച് മുതലേ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ April 1 എന്ന് പറഞ്ഞാൽ ഏപ്രിൽ കൂട്ടാം. ഇനി August 1st ആയതുകൊണ്ട് ഓഗസ്റ്റ് മുതൽ കൗണ്ട് ചെയ്യാം. November 31st, December 31st ഒക്കെ തന്നു കഴിഞ്ഞാൽ ആ മാസം കൗണ്ട് ചെയ്യാൻ പാടില്ല, തൊട്ടടുത്ത മാസം മുതലേ കൗണ്ട് ചെയ്യാവുള്ളൂ. December 31st വിഡ്രോ ചെയ്തു, അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് December 31st തന്നെയാണ്. അതുകൊണ്ട് അവിടെ മാസമൊന്നും വരില്ല. ഇനി പ്രൊഡക്റ്റ് എമൗണ്ട് ഇൻറ്റു പീരിയഡ് ചെയ്താൽ പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, 12,000 ഇൻറ്റു 12 ചെയ്താൽ പ്രൊഡക്റ്റ് കിട്ടും. ഇപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ ടോട്ടലാണ് നമ്മൾ സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. 3,10,000 എന്ന് പറയുന്നതാണ് ഇവിടെ സം ഓഫ് പ്രൊഡക്റ്റ്. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. ഈ 1/12 ഇടാനായിട്ട് മറന്നു പോകരുത്. അവിടെ ആവറേജ് പീരീഡ് ഒന്നും എഴുതരുത്, 1/12 തന്നെ ഇടണം. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്, 1550. ഇത് ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കാന്ന് വെക്കരുത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്ന ഒപ്പം തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കണം, ഇല്ലെങ്കിൽ ഓർമ്മ നിൽക്കില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. എങ്കിലേ നിങ്ങൾക്ക് തുടർന്നും ഇടുന്ന വീഡിയോസ് ലഭ്യമാകത്തുള്ളൂ. താങ്ക് യു.